ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നാളെ നടക്കാൻ പോകുന്ന LGS എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 50 കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ കറണ്ട് അഫേഴ്സിൻ്റെ ഒരുപാട് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് തോന്നിയ 50 ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ഥലം അറിയപ്പെടുന്നത് ശിവശക്തി പോയിന്റ്. ആ പേര് നൽകിയത് നരേന്ദ്രമോദി. അപ്പോൾ ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ഥലം അറിയപ്പെടുന്ന പേരാണ് ശിവശക്തി പോയിന്റ്. ശിവശക്തി പോയിന്റ് എന്ന പേര് നൽകിയത് നരേന്ദ്രമോദി. 2024 മാർച്ചിൽ ആഭ്യന്തര സംഘർഷം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഹെയ്തി. 2024 മാർച്ചിൽ ആഭ്യന്തര സംഘർഷം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ഹെയ്തി. നാരീശക്തി വന്ദൻ അധിനിയം ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് 2023 സെപ്റ്റംബർ 19. നാരീശക്തി വന്ദൻ അധിനിയം ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് 2023 സെപ്റ്റംബർ 19. 2023 G20യുടെ എത്രാമത്തെ ഉച്ചകോടിയാണ് ഇന്ത്യയിൽ നടന്നത്? 18ാമത്. അപ്പോൾ 2023 G20യുടെ എത്രാമത്തെ ഉച്ചകോടിയാണ് ഇന്ത്യയിൽ നടന്നതെന്ന് ചോദിച്ചാൽ 18ാമത്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലുള്ള റോക്കറ്റ് വനിത ആരാണ്? ഋതു കരിതാൽ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലുള്ള റോക്കറ്റ് വനിത ആരാണെന്ന് ചോദിച്ചാൽ ഋതു കരിതാൽ. 2024-2025 സാമ്പത്തിക വർഷം RBI ലക്ഷ്യമിടുന്ന സാമ്പത്തിക വളർച്ച 7%. 2024-2025 സാമ്പത്തിക വർഷം RBI ലക്ഷ്യമിടുന്ന സാമ്പത്തിക വളർച്ചയാണ് 7%. കേരളത്തിന് ഒളിമ്പിക്സ് മെഡൽ നേടിത്തന്ന കായിക ഇനം ഹോക്കി. കേരളത്തിന് ഒളിമ്പിക്സ് മെഡൽ നേടിത്തന്ന കായിക ഇനമാണ് ഹോക്കി. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്? 2023 ജൂലൈ 14 2:35 PM ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ് 2023 ജൂലൈ 14 2:35 PM. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ഇദ്ദേഹം സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസാണ്. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ഥലം അറിയപ്പെടുന്ന പേര് ശിവശക്തി പോയിന്റ്. ആ പേര് നൽകിയത് നരേന്ദ്രമോദി. 2024 മാർച്ചിൽ ആഭ്യന്തര സംഘർഷം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ഹെയ്തി. നാരീശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2023 സെപ്റ്റംബർ 19. 2023 G20യുടെ എത്രാമത്തെ ഉച്ചകോടിയാണ് ഇന്ത്യയിൽ നടന്നതെന്ന് ചോദിച്ചാൽ 18ാമത് ഉച്ചകോടി. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലുള്ള റോക്കറ്റ് വനിത ആരാണ്? ഋതു കരിതാൽ. 2024-2025 സാമ്പത്തിക വർഷം RBI ലക്ഷ്യമിടുന്ന സാമ്പത്തിക വളർച്ച 7%. കേരളത്തിന് ഒളിമ്പിക്സ് മെഡൽ നേടിത്തന്ന കായിക ഇനം ഹോക്കി. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. ആദിത്യ L1ന്റെ പേലോഡുകളുടെ എണ്ണം 7. ആദിത്യ L1ന്റെ പേലോഡുകളുടെ എണ്ണമാണ് 7. 2024 റെമൺ മാഗ്സസെ അവാർഡ് ലഭിച്ചത് ഹയോ മിയാസാക്കി, ജപ്പാൻ. അപ്പോൾ ജപ്പാന്റെ ഹയോ മിയാസാക്കിക്കാണ് 2024 റെമൺ മാഗ്സസെ അവാർഡ് ലഭിച്ചത്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ച ആകെ മെഡലുകൾ 29. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ച ആകെ മെഡലുകളാണ് 29. 2024 സെപ്റ്റംബറിൽ സൗത്ത് ഏഷ്യയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് യാഗി. അപ്പോൾ 2024 സെപ്റ്റംബറിൽ സൗത്ത് ഏഷ്യയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് യാഗി. 2024 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് യാനിക് സിന്നർ, ഇറ്റലി. 2024 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവാണ് യാനിക് സിന്നർ, ഇറ്റലി. ISRO ചെയർമാൻ S. സോമനാഥാണ് ISRO ചെയർമാൻ. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് സംസ്ഥാന പോലീസ് മേധാവി. കേരള ലോകായുക്ത N. അനിൽകുമാർ. കേരള ലോകായുക്തയാണ് N. അനിൽകുമാർ. 2024 ക്വാഡ് ഉച്ചകോടി വേദി USA. 2024 ക്വാഡ് ഉച്ചകോടി വേദിയാണ് USA. ഒന്നുകൂടെ നോക്കാം. ആദിത്യ L1ന്റെ പേലോഡുകളുടെ എണ്ണം 7. 2024 റെമൺ മാഗ്സസെ അവാർഡ് ലഭിച്ചത് ഹയോ മിയാസാക്കി, ജപ്പാൻ. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ച ആകെ മെഡലുകൾ 29. 2024 സെപ്റ്റംബറിൽ സൗത്ത് ഏഷ്യയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് യാഗി. 2024 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് യാനിക് സിന്നർ. ISRO ചെയർമാൻ S. സോമനാഥ്. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ്. കേരള ലോകായുക്ത N. അനിൽകുമാർ. 2024 കോഡ് ഉച്ചകോടി വേദി USA.
ലാപത ലേഡീസ് എന്ന സിനിമ സംവിധാനം ചെയ്തത് കിരൺ റാവു. ലാപത ലേഡീസ് എന്ന സിനിമ സംവിധാനം ചെയ്തത് കിരൺ റാവു. മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2024 തിരഞ്ഞെടുക്കപ്പെട്ടത് റിയ സിൻഹ. മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2024 തിരഞ്ഞെടുക്കപ്പെട്ടത് റിയ സിൻഹ. 2024 കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമത് എത്തിയ സംസ്ഥാനം കേരളം. 2024 കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമത് എത്തിയ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം ഓടിക്കുന്ന ആദ്യ വനിതാ പൈലറ്റ് മോഹന സിംഗ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം ഓടിക്കുന്ന ആദ്യ വനിതാ പൈലറ്റാണ് മോഹന സിംഗ്. ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് എന്ന്? 2024 ജൂലൈ 1. ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് എന്ന്? 2024 ജൂലൈ 1. 2024 അന്താരാഷ്ട്ര യോഗാ ദിന പ്രമേയം എന്തായിരുന്നു? യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. 2024 അന്താരാഷ്ട്ര യോഗാ ദിന പ്രമേയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് NS മാധവൻ. 2025 G20 ഉച്ചകോടി വേദി ദക്ഷിണാഫ്രിക്ക. 2025 G20 ഉച്ചകോടി വേദി എവിടെയാണ്? ദക്ഷിണാഫ്രിക്ക. ഒന്നുകൂടെ നോക്കാം. ലാപത ലേഡീസ് എന്ന സിനിമ സംവിധാനം ചെയ്തത് കിരൺ റാവു. മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2024 തിരഞ്ഞെടുക്കപ്പെട്ടത് റിയ സിൻഹ. 2024 കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമത് എത്തിയ സംസ്ഥാനം കേരളം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം ഓടിക്കുന്ന ആദ്യ വനിതാ പൈലറ്റ് മോഹന സിംഗ്. ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് എന്ന്? 2024 ജൂലൈ 1. 2024 അന്താരാഷ്ട്ര യോഗാ ദിന പ്രമേയം എന്തായിരുന്നു? യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് NS മാധവൻ. 2025 G20 ഉച്ചകോടി വേദി ദക്ഷിണാഫ്രിക്ക. നിലവിലെ കേരള ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ. നിലവിലെ കേരള ചീഫ് സെക്രട്ടറിയാണ് ശാരദ മുരളീധരൻ. സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് 35% സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്. സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് 35% സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. 2024 വാക്കായി കോളിൻസ് നിഘണ്ടു തിരഞ്ഞെടുത്തത് ബ്രാറ്റ്. 2024 വാക്കായി കോളിൻസ് നിഘണ്ടു തിരഞ്ഞെടുത്തത് ബ്രാറ്റ്. പാറ്റ്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ. പാറ്റ്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളിയാണ് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നൽകുന്ന ഈ വർഷത്തെ മികച്ച ഗോൾ കീപ്പർ പുരസ്കാരം ലഭിച്ച മലയാളി താരം PR ശ്രീജേഷ്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നൽകുന്ന ഈ വർഷത്തെ മികച്ച ഗോൾ കീപ്പർ പുരസ്കാരം ലഭിച്ച മലയാളി താരമാണ് PR ശ്രീജേഷ്. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ ഡോക്ടർ അരവിന്ദ് പനഗരിയ. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനാണ് ഡോക്ടർ അരവിന്ദ് പനഗരിയ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായത് വിജയ് കിഷോർ രഹത്കർ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായത് വിജയ് കിഷോർ രഹത്കർ. 2024 ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി. 2024 ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റാണ് ഇബ്രാഹിം റൈസി. ഒന്നുകൂടെ നോക്കാം. നിലവിലെ കേരള ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ. സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് 35% സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. 2024 വാക്കായി കോളിൻസ് നിഘണ്ടു തിരഞ്ഞെടുത്തത് ബ്രാറ്റ്. പാറ്റ്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നൽകുന്ന ഈ വർഷത്തെ മികച്ച ഗോൾ കീപ്പർ പുരസ്കാരം ലഭിച്ച മലയാളി താരം PR ശ്രീജേഷ്. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ ഡോക്ടർ അരവിന്ദ് പനഗരിയ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായത് വിജയ് കിഷോർ രഹത്കർ. 2024 ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി. 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റഷ്യ. 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റഷ്യ. 2027 ഫിഫ ലോകകപ്പ് വേദി ബ്രസീൽ. 2027 ഫിഫ ലോകകപ്പ് വേദി ബ്രസീൽ. 2024 ഒളിമ്പിക്സിന് വേദിയായത് പാരീസ്. 2024 ഒളിമ്പിക്സിന് വേദിയായത് പാരീസ്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടുന്നവർക്ക് വിദ്യാഭ്യാസ വായ്പ ലഭ്യമാക്കുന്നതിനായുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി PM വിദ്യാലക്ഷ്മി.
ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടുന്നവർക്ക് വിദ്യാഭ്യാസ വായ്പ ലഭ്യമാക്കുന്നതിനായുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് PM വിദ്യാലക്ഷ്മി. മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി ജസ്റ്റിസ് KR ശ്രീറാം. മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളിയാണ് ജസ്റ്റിസ് KR ശ്രീറാം. നിലവിലെ കേരള പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി OR കേളു. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലമാണ് മാനന്തവാടി. നിലവിലെ കേരള പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിയാണ് OR കേളു. നിയോജക മണ്ഡലം മാനന്തവാടി. ഏത് രാജ്യത്താണ് അടുത്തിടെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിൻ്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഉത്തര കൊറിയ. ഏത് രാജ്യമാണ് അടുത്തിടെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിൻ്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഉത്തര കൊറിയ. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ്. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. ഒന്നുകൂടി നോക്കാം. 2024 ബ്രിക്സ് ഉച്ചകോടി വേദി റഷ്യ, 2027 ഫിഫ ലോകകപ്പ് വേദി ബ്രസീൽ, 2024 ഒളിമ്പിക്സ് വേദി പാരീസ്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടുന്നവർക്ക് വിദ്യാഭ്യാസ വായ്പ ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് PM വിദ്യാലക്ഷ്മി. മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി ജസ്റ്റിസ് KR ശ്രീറാം. നിലവിലെ കേരള പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി OR കേളു. ഏത് രാജ്യമാണ് അടുത്തിടെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിൻ്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഉത്തര കൊറിയ. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. 54ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ ബോളിവുഡ് നടൻ മിഥുൻ ചക്രവർത്തി. 54ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ ബോളിവുഡ് നടനാണ് മിഥുൻ ചക്രവർത്തി. ആദിത്യ L1 വിക്ഷേപിച്ചത് എന്ന്? 2023 സെപ്റ്റംബർ 2. ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2. 2024 ബ്രിക്സ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ അംഗമായ രാജ്യം? അൾജീരിയ. 2024 ബ്രിക്സ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ അംഗമായ രാജ്യമാണ് അൾജീരിയ. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആര്? മോഹൻലാൽ. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? മോഹൻലാൽ. നാറ്റോയിൽ അവസാനമായി അംഗമായ രാജ്യം? സ്വീഡൻ. നാറ്റോയിൽ അവസാനമായി അംഗമായ രാജ്യമാണ് സ്വീഡൻ. ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ ആകെ നേടിയ മെഡലുകൾ എത്ര? 106. ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ ആകെ നേടിയ മെഡലുകൾ എത്ര? 106. കുട്ടികൾക്ക് സാമൂഹിക മാധ്യമ ഉപയോഗം തുടങ്ങാനുള്ള പ്രായം 16 വയസ്സാക്കാൻ തീരുമാനിച്ച രാജ്യം? ഓസ്ട്രേലിയ. കുട്ടികൾക്ക് സാമൂഹിക മാധ്യമ ഉപയോഗം തുടങ്ങാനുള്ള പ്രായം 16 വയസ്സാക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ഓസ്ട്രേലിയ. ഇന്ത്യയുടെ പുതിയ CAG ചുമതലയേറ്റത്? സഞ്ജയ് മൂർത്തി. ഇന്ത്യയുടെ പുതിയ CAG ചുമതലയേറ്റത് സഞ്ജയ് മൂർത്തി. ഒന്നുകൂടി നോക്കാം. 54ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ ബോളിവുഡ് നടനാണ് മിഥുൻ ചക്രവർത്തി. ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2. 2024 ബ്രിക്സ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ അംഗമായ രാജ്യം അൾജീരിയ. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ മോഹൻലാൽ. നാറ്റോയിൽ അവസാനമായി അംഗമായ രാജ്യം സ്വീഡൻ. ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ ആകെ നേടിയ മെഡലുകൾ 106. കുട്ടികൾക്ക് സാമൂഹിക മാധ്യമ ഉപയോഗം തുടങ്ങാനുള്ള പ്രായം 16 വയസ്സാക്കാൻ തീരുമാനിച്ച രാജ്യം ഓസ്ട്രേലിയ. ഇന്ത്യയുടെ പുതിയ CAG ചുമതലയേറ്റത് സഞ്ജയ് മൂർത്തി.